രാവിലത്തെ തടസ്സം നമ്മളൊരു നാളികേരം പൊട്ടിച്ചിട്ട് ആ തടസ്സങ്ങളൊക്കെ അപ്പാടെ നീക്കിയിട്ട് നേരെ തന്നെ വേഗം നാളികേരം ചിരവാൻ വേണ്ടി പോയിട്ടോ. ഇന്ന് നല്ല വൈകിട്ടാണ് എഴുന്നേറ്റ്, കാരണം രാവിലെ ഒരു ചെറിയ രീതിയിൽ തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ സുഖമായിട്ട് കുറച്ച് നേരം കൂടെ കിടക്കാനൊരു തോന്നൽ കേട്ടോ. കാരണം ഇത്രയും നാൾ ഭയങ്കര പൊരിഞ്ഞ ചൂടല്ലായിരുന്നു. രാവിലെ മാത്രമേ ഉള്ളൂ ഇച്ചിരി തണുപ്പ് കേട്ടോ. ഉച്ചയാകുമ്പോഴത്തേക്ക് നല്ല ചൂടാണ്, പൊരിഞ്ഞ ചൂടാണ് കേട്ടോ. അപ്പോൾ വേഗം നാളികേരം ചിരവിയെടുത്തതിന് ശേഷം നമ്മുടെ ശർക്കരയൊക്കെ ഒന്ന് പാവുക. അതിനകത്ത് നാളികേരം ഒരു നമ്മുടെ ഏലക്കയും കൂടെ പൊടിച്ചിട്ടതിന് ശേഷം അത് സെറ്റാക്കി വെച്ചിട്ട്, പിന്നെ നമ്മുടെ ആട്ടപ്പൊടി ഉണ്ട്, റേഷൻ കടയിൽ നിന്ന് കിട്ടിയിട്ടുള്ള ആട്ടപ്പൊടി ഉണ്ട്. അടയിന്ന് ചുട്ടെടുക്കാമെന്ന് വെച്ചാൽ അടയൊക്കെ ഓരോന്ന് ഇലയിൽ പരത്തിയിട്ട് അതിനകത്തോട്ട് നാളികേരം ശർക്കരയും കൂടെയുള്ള കൂട്ടിട്ടിട്ട് അത് റെഡിയാക്കുക. ഇവിടെ ഒരുത്തൻ എന്താ ചെയ്യുന്നത് അറിയോ? കഴിഞ്ഞു പോയ ഇലക്ഷൻ്റെ ഇത് വീണ്ടും വീണ്ടും കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അങ്ങനെ ഒരു വൃത്തികെട്ട സ്വഭാവം ഉണ്ട്. അത് ക്രിക്കറ്റ് ആണെങ്കിലും എന്താണെങ്കിലും വീണ്ടും വീണ്ടും ഇങ്ങനെ റിപ്പീറ്റ് അടിച്ച് കണ്ടുകൊണ്ടേ ഇരിക്കും കേട്ടോ. അപ്പോൾ നമുക്കൊരു മടുപ്പ്, ഇത് ഇവർക്കൊരു മടുപ്പില്ല തോന്നുന്നേ. അപ്പോൾ നമ്മൾ ചായയൊക്കെ ഉണ്ടാക്കി അപ്പോൾ കൊണ്ടു കൊടുത്തപ്പോൾ ഇന്നത്തെ ഇലക്ഷൻ റിസൾട്ട് ഇന്ന് കാണുന്ന ഒരു പ്രതീതിയാണ് കേട്ടോ. ആൾക്ക് ഭയങ്കര ക്യൂരിയോസിറ്റിയുടെ പുറത്താണ് ഇരുന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഞാനും കുറച്ച് നേരം ഇരുന്ന് അമ്മായിയമ്മയും മരുമോനും ഇങ്ങനെ ഇന്ന് ഇലക്ഷനാന്നുള്ള രീതിയിൽ കണ്ടുകൊണ്ടിരിക്കുകയുണ്ട്. പിന്നെ ഞാൻ ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് ചക്കക്കുരു നേരെയാക്കാനിരുന്ന് ഇന്ന് മുരിങ്ങയിലുണ്ട് കേട്ടോ. അപ്പം അത്ര ഉള്ളൂ.